ധീരന്മാരുടെ നേതാവേ, ധീരതയുള്ള നേതാവേ, ധീരതയോടെ നയിച്ചോളൂ. ജയ് ജയ് രാജീവ്, ജയ് 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 ദാസേട്ടൻ, ജയ് ജയ് ബിജെപി, സ്വാഗതം സ്വാഗതം സ്വാഗതം, രാജീവ് ജിക്ക് സ്വാഗതം, കാട്ടാക്കടയുടെ സ്വാഗതം, ധീര ധീര നേതാവേ, ധീരന്മാരുടെ നേതാവേ, ധീരതയുള്ള നേതാവേ, ധീരതയോടെ നയിച്ചോളൂ. അതുപോലെ തന്നെ ദീർഘകാലം കോൺഗ്രസ് പ്രവർത്തകനായി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് DCC മെമ്പറായി കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുള്ള ശ്രീ ശിവദാസൻ അവർ ഇന്നു മുതൽ BJP ചേരുന്നു. ദീർഘകാലം ഇടതുപക്ഷ പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച കൺവെൻഷനിൽ പങ്കെടുക്കാൻ വളരെ സന്തോഷമുണ്ട്. അതിന്റെ ഒരു കാരണം ഇല്ല, വലിയ കാരണം എൻ്റെ ഏറെ സുഹൃത്തായ കൃഷ്ണദാസേട്ടൻ്റെ മണ്ഡലമാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ അദ്ദേഹത്തെ എത്ര കൊല്ലമായി അറിയുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു എലക്ഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ഒരു അവസരം കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. ഞാൻ കൂടുതൽ സംസാരിക്കാൻ പോകുന്നില്ല. പക്ഷേ 2-3 കാര്യം കൃത്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ഇലക്ഷനായിരിക്കും. ഈ ഇലക്ഷനിൽ കഴിഞ്ഞ 70 കൊല്ലം മാറി മാറി ഭരിച്ച CPM കോൺഗ്രസിന്റെ രാഷ്ട്രീയം പുറത്താക്കി ഒരു പുതിയ മാറ്റം കൊണ്ടുവരും എന്ന് ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ആ മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ വിവാദ രാഷ്ട്രീയം മാറ്റിവെച്ച് വികസന രാഷ്ട്രീയം, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്ത രാഷ്ട്രീയക്കാരെ മാറ്റിവെച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന MLA-മാർ. ഈ മതിയായി എന്ന് പറയുന്ന ഞങ്ങളുടെ മുദ്രാവാക്യം പാർട്ടിയുടെ മുദ്രാവാക്യമല്ല, ജനങ്ങളുടെ മനസ്സിൽ ഇന്ന് ജനങ്ങൾ പറയുന്ന കാര്യമാണ്. മതിയായി. മാറി മാറി ഭരിച്ച CPM കോൺഗ്രസും മതിയായി. അവരെ പീഡന രാഷ്ട്രീയം മതിയായി. തൊഴിലില്ലാത്ത രാഷ്ട്രീയം മതിയായി. അഴിമതി രാഷ്ട്രീയം മതിയായി. ഇനി മാറ്റം വരണം. മാറാത്തത് മാറും. ഇനി കേരളം വളരും എന്നാണ് BJP മുദ്രാവാക്യം. പിന്നെ മാറി മാറി കോൺഗ്രസും CPM MLA-മാരെല്ലാം ജനങ്ങളുടെ അവസരം അവർക്ക് കിട്ടുന്നു, വ്യാജ വാഗ്ദാനം കൊടുക്കുന്നു. 5 കൊല്ലം 10 കൊല്ലം 15 കൊല്ലം കുത്തിയിരുന്ന് ഒന്നും ചെയ്യാത്ത MLA-മാരെ മാറ്റി ദാസേട്ടനെ ഇവിടുത്തെ MLA ആക്കണം. ഇത് നമ്മുടെ എല്ലാവരും ദൗത്യമാണ്. നമ്മളെല്ലാവരും ദാസേട്ടൻ പോലെ ഒരു ആത്മാർത്ഥമായ BJP-ന്റെ നേതാവ് ഞാൻ ഇതിനു മുമ്പും കണ്ടിട്ടില്ല, ഇനിയും കാണുന്നില്ല. അദ്ദേഹം കാട്ടാക്കടയുടെ ജനങ്ങൾക്ക് വേണ്ടി 24
24 മണിക്കൂറും 365 ദിവസം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്ന് അദ്ദേഹത്തെ അറിയുന്ന കാര്യം ഞാൻ പറയുന്നു, ഉറപ്പ് തരുന്നു. ഇതാണ് ജനങ്ങൾ പറയുന്നത്. ഞാൻ ഒരു ഉദാഹരണം പറയാണ്. 3-4 മാസം മുമ്പ് ഞാൻ ദാസേട്ടനോട് ചോദിച്ചു, എത്രയോ നാഷണൽ ഹൈവേ റെയിൽവേന്റെ പ്രശ്നങ്ങൾ ജനങ്ങൾ പരിഹരിക്കാൻ എന്നെ വന്ന് കാണുന്നു, എന്നെ സഹായിക്കണം എന്ന് ഞാൻ ഒരു 2 വാക്ക് പറഞ്ഞു. അദ്ദേഹം അന്നു മുതൽ എത്രയോ പ്രശ്നങ്ങൾ പരിഹരിച്ച ഒരു വ്യക്തിയാണ് ദാസേട്ടൻ. ഇവിടെ മാത്രമല്ല, കേരളം മൊത്തം നാഷണൽ ഹൈവേയും റെയിൽവേന്റെ പ്രശ്നങ്ങളും, എത്രയോ സ്റ്റേഷനിൽ പുതിയ ട്രെയിൻ നിർത്തുന്ന കാര്യങ്ങളും, റോഡിന്റെ ഹൈവേന്റെ ബൈപ്പാസും പെഡസ്ട്രിയൻ അണ്ടർപാസും സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ് ദാസേട്ടൻ. എനിക്ക് ഒരു സംശയമില്ല ഇത് പറയാൻ. കാട്ടാക്കടയിന്റെ ഭാവിക്ക് വേണ്ടി, കാട്ടാക്കടയിലെ ജനങ്ങൾക്ക് വേണ്ടി, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഏറ്റവും നല്ലൊരു MLA ആവുമെന്ന് എനിക്ക് പറയാൻ ഒരു സംശയമില്ല. എനിക്ക് ഏറ്റവും കോൺഫിഡൻസ് ഉള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ദാസേട്ടന് വേണ്ടി നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം, ദാസേട്ടനെ ജയിപ്പിക്കണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം, ഇതാണ് നമ്മുടെ ദൗത്യം. ഇതിനു വേണ്ടി ഞാൻ എൻ്റെ ഒരു അഭ്യർത്ഥന ഞാൻ ഇതിൽ കുറ്റേറുന്നു. എല്ലാവരും ഇത് ചെയ്യണം, ദാസേട്ടനെ ജയിപ്പിക്കണം എന്ന് പറഞ്ഞ് വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി.